ആനകളെ ഉത്സവത്തിന് എഴുന്നള്ളിപ്പിക്കുമ്പോൾ പാലിക്കേണ്ട ചില വ്യവസ്ഥകളുണ്ട്. ഈ വ്യവസ്ഥകൾ മൃഗസംരക്ഷണ വകുപ്പ് ഈയിടെ പുറത്തിറക്കി. ഓരോ ആനയ്ക്കും ഉടമയുടെ ഡാറ്റാ ബുക്കിന്റെ പകർപ്പ് ഓരോ എഴുന്നള്ളത്തിനു മുമ്പ് ഹാജരാക്കണം. മൃഗസംരക്ഷണ വനം വകുപ്പുകൾ പരിശോധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നൽകും. പകൽ 11 മണിക്കും ഉച്ചക്ക് 3:30 ഇടയിലുള്ള സമയം ആനകളെ എഴുന്നള്ളിപ്പിക്കാൻ പാടില്ലെന്ന് ഇതിൽ വ്യവസ്ഥയുണ്ട്. ഒരു ദിവസം 6 മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായി എഴുന്നള്ളിപ്പും അനുവദനീയമല്ല. പരമാവധി ഒരു ദിവസം 2 പ്രാവശ്യം 4 മണിക്കൂർ വീതം എഴുന്നള്ളിപ്പിക്കാം. രാത്രി ഉപയോഗിച്ച ആനകളെ വീണ്ടും അടുത്ത പകൽ എഴുന്നള്ളിപ്പിക്കരുത്. ആനകൾ ഉൾപ്പെടുന്ന പുതിയ പൂരങ്ങൾക്ക് അനുവാദം നൽകില്ല. 2020 വരെ രജിസ്റ്റർ ചെയ്തവയ്ക്കാണ് അനുമതി. രജിസ്റ്റർ ചെയ്ത 48 ആനകളാണ് ജില്ലയിലുള്ളത്. എല്ലാവരും ആനകളിൽ നിന്ന് 3 മീറ്റർ മാറി നിൽക്കണം. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ആനപ്പാപ്പന്മാർ ഒഴികെ ആരും ആനകളെ സ്പർശിക്കാൻ പാടില്ല. ആനകളെ ഉപയോഗിക്കുന്ന എല്ലാ ഉത്സവങ്ങളും ഉത്സവ കമ്മിറ്റി 72 മണിക്കൂർ സമയത്തേക്കും 25 ലക്ഷം രൂപയെങ്കിലും ഇൻഷുറൻസ് ചെയ്യണം. പാപ്പാന്മാർ മദ്യപിച്ച് ജോലിക്ക് നിൽക്കരുത്. അവർ പോലീസിന്റെ പരിശോധനക്ക് വിധേയരാകണം. ആനകളെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ DFOമാരിൽ നിന്നും വാഹന പെർമിറ്റ് എടുത്തിരിക്കണം. 25 വർഷം മുമ്പ് ആചാരപ്രകാരം നടത്തിയിട്ടുള്ള ആനയോട്ടം മാത്രമേ ഇനി അനുവദിക്കൂ. തലപ്പൊക്ക മത്സരം പോലെയുള്ള ചടങ്ങുകൾ അനുവദിക്കില്ല. 15-ൽ കൂടുതൽ ആനകളെ പങ്കെടുപ്പിക്കുന്ന ഉത്സവങ്ങൾ നടത്താൻ മതിയായ സ്ഥലമുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് ജില്ലാ മൃഗാശുപത്രി മേധാവി ഡോക്ടർ D. ഷൈൻകുമാർ അറിയിച്ചു.